തീർച്ചയായും CPM-ന്റെ ശ്യാമള ടീച്ചർ വിജയിക്കും. അദ്ദേഹം പാർട്ടി മാറി വേറൊരു കാൻഡിഡേറ്റായി നിൽക്കുന്നു, വേറൊരു സപ്പോർട്ടിൽ ഒരിക്കലും യോജിക്കാൻ പറ്റാത്തൊരു ഫീൽഡിലാണ് ഇപ്പം മൂപ്പരുള്ളത്. നിൽക്കാനുള്ള സാധ്യത വളരെ കുറവ്. ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരും നിൽക്കില്ല. ഇല്ല, കൊലംകുത്തി എന്നുള്ള ആ ഒരു രീതി തന്നെ ആൾ കാണും. നമസ്കാരം. മറുനാടൻ സർവേ ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലാണ് എത്തി നിൽക്കുന്നത്. തളിപ്പറമ്പ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്ററായിരുന്നു ഇവിടുത്തെ നിലവിൽ MLA എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ ഏതാണ്ട് 22,000 ശതമാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് MV ഗോവിന്ദൻ ഇവിടുത്തെ ജയിക്കുന്നത്. അന്ന് MV ഗോവിന്ദന്റെ വിജയത്തിന് വേണ്ടി കൈമൈ മറന്ന് പ്രവർത്തിച്ച TK ഗോവിന്ദനാണ് ഇത്തവണ UDF-ന്റെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുള്ളതാണ്. TK ഗോവിന്ദന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായ ഒരു മണ്ഡലമാണ് തളിപ്പറമ്പ്. നമുക്ക് തളിപ്പറമ്പിലെ നാട്ടുകാരോട് ചോദിക്കാം, ആർക്കാണ് വിജയ സാധ്യത? ചേട്ടാ, ഇപ്പൊ തളിപ്പറമ്പില് ഇപ്പം ഇനി ഇലക്ഷന് ചില ദിവസം കൂടിയേ ബാക്കിയുള്ളൂ, ആർക്കാണ് സാധ്യതയുള്ളത്? തീർച്ചയായും CPM-ന്റെ ശ്യാമള ടീച്ചർ വിജയിക്കും. അപ്പം കഴിഞ്ഞ തവണ, അതായത് കുറച്ച് കാലം മുമ്പ് ഒരു CPM-ന്റെ ഭാഗമായിട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് പോലും ഉണ്ടായിരുന്ന ആളാണ് ഇപ്പൊ UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിളിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് വലിയ ഇതില്ലേ? അത് തന്നെയാണ് അതിൻ്റെ ഒരു കാരണം. അദ്ദേഹം തോൽക്കാനുള്ള സാധ്യത അതുകൊണ്ടാണ്. കാരണം ഒരു ഉന്നത നേതാവായിരിക്കെ അദ്ദേഹം പാർട്ടി മാറി വേറൊരു കാൻഡിഡേറ്റായി നിൽക്കുന്നു, വേറൊരു സപ്പോർട്ടിൽ ഒരിക്കലും യോജിക്കാൻ പറ്റാത്തൊരു ഫീൽഡിലാണ് ഇപ്പം മൂപ്പരുള്ളത്. കാരണം UDF LDF രണ്ട് മുന്നണിയാണ് കേരളത്തിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ ആ സ്ഥിതിക്ക് അദ്ദേഹത്തിന് ജയിക്കാനുള്ള, കോൺഗ്രസ് കൈമൈ മറന്ന് കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്നുള്ള വിശ്വാസമില്ല. പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി അവിടെ ഓൾറെഡി ഉണ്ട് തളിപ്പറമ്പ്. ഇത്രയും വർഷം ഇതിനേക്കാളും ഇതുപോലെ തന്നെ 10-30 വർഷം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു സ്ഥാനാർത്ഥി അവിടെ വിമതനായി നിൽക്കുന്നുണ്ട്. അപ്പൊ കുറെ വോട്ട് അദ്ദേഹം പിടിക്കുമ്പോൾ തീർച്ചയായിട്ടും CPM-ന്റെ വോട്ട് CPM-ന് കിട്ടും. ഗോവിന്ദന്റെ കൂടെ, TK ഗോവിന്ദന്റെ കൂടെ CPM നിൽക്കാനുള്ള സാധ്യത വളരെ കുറവ്. ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരും നിൽക്കില്ല. ഇല്ല, കൊലംകുത്തി എന്നുള്ള ആ ഒരു രീതി തന്നെ ആൾ കാണും, ഉറച്ച കമ്മ്യൂണിസ്റ്റുകാർ. അല്ലാതെ മറ്റുള്ളവരെ നമ്മള് അപ്പൊ ഈ കേരളത്തിലെ മറ്റുള്ള സ്ഥലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന പോലെ ഒരു വിഷയം ഇപ്പൊ തളിപ്പറമ്പിലില്ലേ? തളിപ്പറമ്പിലെ ആളുകൾക്ക് സംശയമൊന്നുമില്ല? സംശയങ്ങൾ ഉണ്ടാവുമല്ലോ എന്തായാലും. ഞാനിപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുന്ന അതേ ചോദ്യം തന്നെ പലരുടെ മനസ്സിലുണ്ടാവും. പക്ഷെ അത് കൃത്യമായിട്ട് വിലയിരുത്തി കഴിഞ്ഞാൽ ആ സംശയത്തിന് അടിസ്ഥാനമൊന്നുമില്ല. കഴിഞ്ഞ 22,000 ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, ഭൂരിപക്ഷം കുറയും, ചിലപ്പോൾ കുറഞ്ഞേക്കാം. കാരണം ഇത് പിന്നെ ത്രികോണ മത്സരം വരുന്നതുകൊണ്ട്. ത്രികോണ മത്സരം മറ്റേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുണ്ട്, അദ്ദേഹത്തിന് എന്തായാലും കുറച്ച് വോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. NDAക്ക് ഇവിടെ സ്വാധീനമില്ല, BJPക്ക് വലിയൊരു സ്വാധീനമൊന്നും കാണുന്നില്ല. എന്നാലും കുറച്ച് വോട്ട് പിടിക്കുമല്ലോ, നാഷണൽ പാർട്ടിയല്ലേ, എന്തായാലും കുറച്ച് വോട്ട്. ത്രികോണ മത്സരം എന്ന് പറയുമ്പോൾ TK ഗോവിന്ദനും PK ശ്യാമളയും കയ്യൻ ജനാർദ്ദനും തമ്മിലായിരിക്കും എന്നാണ് പറയുന്നത്. ആയിരിക്കുന്ന എന്റെ വിശ്വാസം. ശരി.